உமா ஆ இன்னும் எந்த കഴിക്കാനുള്ളത്? இன்னைக்கு அப்படி ஒன்றும் யோசிக்கல என்ன நம்ம செய்ய போறோம்னுட்டு. பட் எனக்கு புதிச்சோறு சாப்பிடணும்னு ஆசையா இருக்கு. പൊതിച്ചോറ് നമുക്കൊരു കാര്യം ചെയ്താലോ? என்ன? ആരാമന്റെ പൊതിച്ചോറ് കഴിച്ചാലോ? ஓ தட் இஸ் மை ஃபேவரேட் ஆறாவும் புதிச்சோறு. അപ്പൊ അവിടെ പൊറോട്ടയും കിട്ടും. അത് എന്റെ ഫേവറേറ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. പൊറോട്ട സായങ്കാലം கிடைக்கும். പൊറോട്ട കിട്ടും അവിടെ ഇപ്പൊ. ഓ നമുക്കൊരു കാര്യം ചെയ്യാം. ഓർഡർ ചെയ്യാം. ഓക്കെ ഓക്കെ. ഹലോ, ആരാമല്ലേ? എനിക്കൊരു പാർസൽ വേണം. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് മേടിച്ചു കൊണ്ടുവരാം. കാരണം ഇപ്പോഴത്തെ സമയത്ത് അവിടെ പോയി കഴിക്കുന്നത് ശരിയല്ല. അപ്പോൾ അത് കാരണം ഏറ്റവും സേഫ് എന്താ, അവിടെ പോവുക, ഫുഡ് മേടിക്കുക, വീട്ടിൽ വരിക, കഴിക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് ഫുഡ് എടുത്ത് വരിക. വരൂ. வெல்கம் டு ராஜ்மா vlogs. ஸோ நம்ம கராமா வந்து சேர்ந்தாச்சு நம்மளோட பார்சல் பிக்கப் எடுக்கிறதுக்காக. ஸோ ஸ்பெஷாலிட்டி ஆஃப் கராமா இஸ் இங்கே எல்லா வெரைட்டிஸ் ஆஃப் ஃபுட் ரெஸ்டாரண்ட்ஸ் உங்களுக்கு இங்கே பார்க்க முடியும். வெதர் பீட் ராஜஸ்தானி, മഹാരാഷ്ട്രൻസ്, ആന്ധ്ര, തമിഴ്, അങ്ങനെ നിർത്താൻ പറ്റില്ല. കുറേ ഉണ്ട്, ഒരു ലിസ്റ്റ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ്. யா லைக் ஒரு ஸ்ட்ரீட்டில் அட்லீஸ்ட் ஒரு 2 இல்லைன்னா 3 ரெஸ்டாரண்ட்ஸ் கண்டிப்பாக உங்களுக்கு இங்கே பார்க்க முடியும். அண்ட் கராமா இஸ் ஆக்சுவலி கராமா அண்ட் பர்துபாய் both the places are known for Indians, and especially Karamala there are a lot of Malayalis and lot of Mallu restaurants also. Not Mallu, Malayali restaurants. Malayali restaurants. And not only Malayali, but you have all the types of restaurants, but especially as I said, like Malayalis நிறைய இங்க இருக்கிறதுனால you will have more restaurants here. അപ്പോൾ ഗോയിങ് ഫോർവേഡ് ഒരു കാര്യം കൂടി പറയാണ്ടായിരുന്നു. ഞങ്ങളുടെ വ്യൂവേഴ്സ് കുറച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹിന്ദി ആഡ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഗോയിങ് ഫോർവേഡ് ഞങ്ങളുടെ ബ്ലോഗിൽ കുറച്ച് ഹിന്ദി കൂടി ഉണ്ടാവും. ഓക്കെ, അവർക്കൊരു കംഫർട്ടബിൾ ആയിക്കോട്ടെ. ஆமாம், ஏன்னா நாங்கள் மும்பையில் பிறந்து வளர்ந்ததுனால நிறைய ஃப்ரெண்ட்ஸ் ஆக்சுவலி தே ஆர் ரிக்வெஸ்டிங் நீங்கள் ஹிந்தியும் பேசுங்க ப்ளாகில் ஸோ தட் வி கேன் அண்டர்ஸ்டாண்ட். தோ வி புட் சப்டைட்டில்ஸ் பட் ஸ்டில் தே வாண்ட் அஸ் டு ஸ்பீக் இன் ஹிந்தி. ஸோ அதனால் நாங்கள் ஹிந்தியும் கொஞ்சம் ஆட் பண்ணுவோம். ஸோ ஐ திங்க் இட் வில் பி ஃபன். യെസ് ഓഫ് കോഴ്സ്, നമ്മളൊരു ഫണ്ണല്ലേ അല്ലേ ഉമ്മ? അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഇനി ഞങ്ങൾ പാർസൽ കളക്ട് ചെയ്തിട്ട് പാർസൽ കഴിച്ചിട്ട് ഫുഡ് അടിക്കട്ടെ. ഓക്കെ. ആദ്യം ഓപ്പൺ ചെയ്യുന്നത് നല്ല ഫേവറേറ്റ് പൊതിച്ചോറ്. Wow, after long time. പൊതിച്ചോറിൽ അവർ എന്തൊക്കെ എടുക്കുന്ന ഐറ്റംസ് കാണിച്ചു. This is വെണ്ടക്ക. അത് വെണ്ടയ്ക്ക, ഒരു ഓംലേറ്റ്, പിന്നെ ചമ്മന്തി, പിന്നെ അതിൽ ഫിഷ് ഫ്രൈ ഉണ്ടാവുമല്ലോ. this is അവിയലുണ്ട്. ഇതിൽ ഫിഷ് ഫ്രൈ. അതാണ് നമ്മുടെ ഫിഷ് ഫ്രൈ. പൊതിച്ചോറിനൊപ്പം കിട്ടുന്ന ഫിഷ് ഫ്രൈ. അതാണ് നമ്മുടെ മത്തിയാണോ സംശയം? മത്തിയാണ്. മത്തിയാണ്. What is this? ഇത് മീൻ പീര. മീൻ പീരുണ്ട്. എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണല്ലോ. எல்லாமே எனக்கு பிடிச்ச வெரைட்டிஸ் தான் இருக்குது இதில். तो एक काम कर, ये मैं आज खा लेता हूँ.
नहीं नहीं, पागल है क्या? इतना मेहनत करके जाके जो लेके आया और मैं तेरे को दे दूँ? वाह. അതാണ് ഭാര്യയുടെ സ്നേഹം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ we have got നമുക്ക് മോരുകറി ഉണ്ട്, മോര് കറി, പിന്നെ കിട്ടിയിട്ടുണ്ട് പായസം. അത് ഉമ്മ കഴിക്കാത്ത കാരണം ഞാൻ കഴിക്കും. മൈ ഫേവറേറ്റ്. യെസ്, അതവിടെ ആ സൈഡിൽ വെച്ചോളൂ, അതവിടെ വെക്കണ്ട, ഓപ്പൺ ചെയ്ത് വെക്കണ്ട. I will at least taste. ഇത് മീൻ കറി. ഓക്കെ, മീൻ മുളകിട്ട കറി. ഇത് സാമ്പാർ. സാമ്പാർ. And then we have പപ്പടം. ഹായ്, പപ്പടം പുറത്തേക്ക് എടുക്കുമോ? പപ്പടം. இது பார்த்தே வயிறு ரொம்பல, சாப்பிட்டா தான் வயிறு ரொம்ப, பட் இது பார்த்தே ரொம்ப நல்லா இருக்கு. പണ്ട് നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ കൊണ്ടുപോകാറുണ്ട്. ഓ ആമാ ആമാ. ആക്ച്വലി അവിടെ ഒന്നുകൂടി കിട്ടും, റെയിൽവേ ബിരിയാണി എന്ന് കിട്ടും. റെയിൽവേ ബിരിയാണി ഉദ്ദേശിച്ചത് ഈ ഇലയിൽ ബിരിയാണി പൊതിച്ച് കിട്ടുന്നത്. ആ ശരി. പൊറോട്ട ഐ തിങ്ക് ആറാമത്തെ പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പൊറോട്ട. ആ പൊറോട്ട കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതങ്ങോട്ട് തീർക്കാൻ തോന്നും. நீங்க பாத்தீங்கன்னா அப்படியே பூ மாதிரி இருக்குது இது പൊറോട്ട. അല്ല, പൂവല്ല, അത് പൊറോട്ടയാണ് ഉമ്മ. ചളി? ചളിയില്ല. പൊറോട്ട എൻ്റെ ആയിരുന്നു. സോറി, എன்னால കൺട്രോൾ பண்ண முடியல. പൊറോട്ട അമ്മ മേടിച്ചിരുന്ന മീൻ മുളകിട്ടതാണ്. അമ്മയ്ക്ക് മീൻ മുളകിട്ട് റൈസ് കഴിക്കണമെന്നുണ്ട്, അതിൻ്റെ ഇപ്പോൾ ഫിഷ് ഫ്രൈ കഴിക്കണമെന്നുണ്ട്. This is your chicken. And that is my chicken roast. അപ്പോൾ ഞാൻ കഴിക്കുന്നത് പൊറോട്ടി, അത് ചിക്കൻ ഫിഷ് ഫ്രൈ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് യെസ്, ഇത് എനിക്ക് പിടിച്ച ரொம்ப ഫേവറേറ്റ് ഫിഷ്, ദാറ്റ് ഈസ് ഹമൂർ ഫിഷ് ഫ്രൈ. ஹமூர் ஐ திங்க் யுஏயோட லோக்கல் ஃபிஷ்னு சொல்கிறாங்க. ஹமூரும் பெனிஷேரி. யா, ஸோ திஸ் இஸ் ஹமூர் ஃப்ரை. ஃபஸ்ட்டு நம்ம அவியல் கூட ட்ரை பண்ணி பார்க்கலாம். வெரி நைஸ். இப்போ சாம்பார் கூட ட்ரை பண்ணி பார்க்கலாம். സാമ്പാർ കാണാൻ രസം കേട്ടോ. இட்ஸ் குட். இது வெண்டைக்காய் கூட கருணக்கிழங்கு போட்டிருக்காங்க. நல்ல கோகோனட் ஆயிலும் அது ஒன்றா சேர்ந்து நல்ல ஃப்ளேவராக வருது ஆக்சுவலி. இது மீன் பீரா. இது வந்து நிறைய தமிழியன்ஸ்க்கு தெரியாது அதிகம் தமிழ் பேருக்கு, பட் இது ஒரு മലയാളി സൗത്ത് സൈഡ് ഡിഷ്. ഒരു കാര്യം ചെയ്യേ, നീ മോര് അത് ഒഴിക്ക്, അതിൻ്റെ ഒപ്പം ചമ്മന്തി കുറച്ച് മിക്സ് ചെയ്ത് നോക്കിയേ. അതെയോ? ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഫിഷ് മുളകിട്ടത് കൂടെ സാപ്പിട്ട് பார்க்குறேன். അത് വേണ്ട, ഫ്രൈ എടുത്ത് നോക്ക്. അതെയോ? മുന്നേ എടുക്കുക കൊഞ്ചം இந்த മീനിൽ. പക്ഷെ മത്തിയാണ് സാധനം. മത്തി ഫ്രൈ പറഞ്ഞു കഴിഞ്ഞാൽ കിടു സാധന. நல்லா இருக்கு. இப்போ நான் ஃபிஷ் ஃப்ரை கூட சாப்பிட்டு பார்க்குறேன் திரும்ப. അത് ഫ്രൈ അല്ല, ഗ്രേവിയാ. ஓ சாரி, ஃபிஷ் ஃப்ரை சாப்பிட்டதுனால என் திமாகில் என் வாயில் அந்த டேஸ்ட் அப்படியே இருந்துச்சு. திமாகில் பெஸ்ட் காம்பினேஷன் மீன் முளகிட்டதும் கப்பையும். അങ്ങനെ ഒക്കെ എടുത്തിട്ട് പൊറോട്ട എന്ത് സോഫ്റ്റ് അറിയാം, നല്ല സോഫ്റ്റ് പൊറോട്ട. ആ പൊറോട്ട പറ്റിയ ഗ്രേവി, ചിക്കൻ റോസ്റ്റ്. ആ ചിക്കൻ നോക്കിയാലും നല്ല സോഫ്റ്റ്. ഇച്ചിരി മധുരമുണ്ട്. ഒരു മധുര ടേസ്റ്റ് എന്താ വെച്ചാൽ റോസ്റ്റ് അല്ലേ, ഓനിയൻ്റെ ഒരു ടേസ്റ്റ്. നൈസ്, അടിപൊളി. എനിക്ക് ഒന്നുകൂടി ട്രൈ ചെയ്തത് ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട്
ഈ ഫിഷ് ഫ്രൈ എടുക്കുകയാണെന്ന് വെച്ചാൽ എന്ന് മീൽസ് എടുക്കാമായിരുന്നു. പക്ഷേ 6ാമത്തെ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റ് ഫുഡാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഞങ്ങൾ മേടിച്ചത്. ഞങ്ങൾ കാരണം പൊതിച്ചോറ് ഉമ്മയ്ക്ക് ഇന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു ശരി, അവിടെ എൻ്റെ ഇഷ്ടപ്പെട്ടതാണ് പൊറോട്ടയും ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അത് കാരണം അത് ഓർഡർ ചെയ്തത്. അപ്പോൾ റേറ്റും കമ്പയർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റാണ്. ഞങ്ങൾ ഇത്ര ഐറ്റംസ് മേടിച്ചിട്ട് ലൈക്ക് പൊതിച്ചോറ്, ഒരു ചിക്കൻ ഗ്രേവി, ഒരു ഫിഷ് ഗ്രേവി, പൊറോട്ട, ഫിഷ് ഫ്രൈ, ഇത് മേടിച്ചിട്ട് ആ കൂടി 60 ദിർഹംസ്. ടേസ്റ്റ് വൈസ് ഓസം റെസ്റ്റോറൻ്റാണ്. ആ പായസം അവളെ തീർത്തു. ഇതിൻ്റെ മിഡിൽ കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലേ, ആ ഗ്യാപ്പിൽ അവൾ ആ പായസം മുഴുവൻ കുടിച്ച് തീർത്തു. ഫുള്ളല്ല, ക്വാർട്ടറാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിച്ച് കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഓക്കെ, നിങ്ങളും അവിടെ പോകണം, ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഞങ്ങളത് പറയണം എങ്ങനെയുണ്ട്. ഓക്കെ, ഒരു ഡെസേർട്ട് ഉണ്ട്, കുമ്പളപ്പം എന്ന് പറയും. ഓക്കെ, ഇത് ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടില്ല, കണ്ടിട്ടല്ലോ. ഇത് ആൾ തന്നാണ്, കഴിച്ചു നോക്കട്ടെ. ഓ, അത് ആക്ച്വലി ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചക്കടന്ന് കിട്ടും. അതിൻ്റെ ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാൻ ചക്കേൻ്റെ വന്നു, ചക്കേനെ വന്നു. നല്ല ഇലയിൽ ഇട്ടിട്ട് അമ്മ, എനിക്ക് അമ്മയുടെ ഓർമ്മ വരുന്നുണ്ട്. അമ്മ ഉണ്ടാക്കി തരാറുണ്ട് എപ്പോഴും. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ചക്ക പറ്റിയത് അതെന്തായാലും ഉണ്ടാവും. അമ്മയുടെ ഒരു ഓർമ്മ വന്നു ഇത് കഴിച്ചിട്ട്. നല്ല ടേസ്റ്റിയാണിത്. ഓക്കെ, ആള് പറഞ്ഞത് ദുബായിൽ ഇത് 6ാമത്തിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇതൊരു കോട്ടയം ആ സൈഡിലത്തെ ഡിഷാണെന്ന് ആൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ പോവുക, കഴിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ പറഞ്ഞുതരാം. ഞങ്ങളുടെ സൈഡ് ഞങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങളുടെ സൈഡ് നിങ്ങൾ പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. Thank you, shukran, masalama. Bye. So we are 2 in 1. Malayali from Mumbai. അല്ല, Mumbaikar from Kerala. കേരള പേഴ്സൺ ഫ്രം മുംബൈ എന്ന് പറഞ്ഞു. ഏത് വേണം சொல்லலாம். തമിഴ് ഫ്രം മുംബൈ, കേരള ഫ്രം മുംബൈ. Tamil, Malayali. Oh no, we are Indians. Okay, we are Indians. பொதிச்சோறு ஐ திங்க் அந்த டைமில் ஃபார்ம்ஸில் வேலை செய்யும் போது டப்பா எல்லாம் கொண்டு போக மாட்டாங்க இல்லையா. ஸோ இலையில நல்ல சாப்பாடு, அதுலேயே சாம்பார், அதுலேயே நம்மளோட சப்ஜி அதெல்லாம் ஒன்றா மிக்ஸ் பண்ணி பொட்டலம் கட்டி கொண்டு போய் ஜஸ்ட் சாப்பிடுவோம். சாப்பிட்டுட்டு மிச்சம் இருக்கிற சாப்பாடு இன்னொன்னா गड़बड़ हो गया. இலையில இருக்கிற சாப்பாடு नहीं रुक मैं क्या बोल रही थी. ओके, ஸோ அந்த டைமில் இந்த பொட்டலங்கட்டி சாப்பாடு எப்படி நம்ம பிரித்த உடனே சாப்பிட்டுட்டு மீதி அப்படியே நம்ம கடாசிடுவோம். வளர்க்க வேண்டிய அவசியம் இல்லை, ஒன்றும் கழுவ வேண்டிய அவசியம் இல்லை.